നമസ്കാരം. ആമി ആൻഡ് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്ലൂ ഗണ്ണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ തിരിച്ചു വെച്ചതാണ് കേട്ടോ. ഇതൊരു ഗണ്ണിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനെ ഗ്ലൂ ഗൺ എന്ന് വിളിക്കുന്നത്. കണ്ടില്ലേ, ഒരു ഗണ്ണിൻ്റെ ഷേപ്പാണ്. ഇത് കറണ്ടിൽ കുത്തിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു വയർ ഉണ്ടാകും. അത് നമുക്ക് പ്ലഗിൽ കുത്തി ഓണാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ട്രിഗർ പ്രസ് ചെയ്യുമ്പോഴാണ് ഗ്ലൂ അതിൻ്റെ നോസിലൂടെ വരുന്നത്. പിന്നെ ഇത് അതിൻ്റെ സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൽ എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കണം. നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ നേരെ അതെടുത്ത് കിടത്തി വെക്കും. ഞാൻ സ്ഥിരമായി ചെയ്യുന്ന തെറ്റാണ്. പക്ഷേ ഗ്ലൂ ഗൺ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഗ്ലൂ സ്റ്റിക്ക്. ഇത് മാക്സിമം ഈ ഹോളിലൂടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇതിൽ ഓൾറെഡി ഒരു സ്റ്റിക്ക് ഉണ്ട്. ഇതിപ്പോൾ അടുത്തത് ഇൻസേർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ തന്നെ അടുത്തത് ഇൻസേർട്ട് ചെയ്യണം. നമ്മളൊന്ന് തീർന്നിട്ട് പിന്നെ അടുത്തത് ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളെ ഗ്ലൂ ഗൺ കേടാവും. ഒരിക്കലും ഇത് വേക്കൻ്റ് ആയിട്ട് വെക്കരുത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം സ്റ്റിക്ക് ഇട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ച് ഊരി വെക്കരുത്. ഈ ഗ്ലൂ ഗണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സൗകര്യമാവും ഓൺ ആക്കാനും ഓഫ് ആക്കാനും. പ്ലഗിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൺ ആക്കിയിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെയൊക്കെ എടുക്കും ഗ്ലൂ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. ഓരോ ഗ്ലൂ ഗണ്ണിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും ഇതിൻ്റെ സമയക്രമം. ഇതിപ്പോൾ ദാ 3 മിനിറ്റ് കൊണ്ട് ഞാൻ ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഗ്ലൂ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ നോസിൽ കൂടിയാണ് ഗ്ലൂ വരിക. ഇതൊരിക്കലും ഇതുപോലെ തുടരുത്. നല്ല ചൂടായിരിക്കും, കൈ നന്നായി പൊള്ളും. കുട്ടികൾക്ക് തീരെ കൊടുക്കരുത്. ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഒരുവിധ എല്ലാ സാധനങ്ങളും തന്നെ ഒട്ടിച്ചെടുക്കാം. പേപ്പർ ഒട്ടിക്കാം, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്, പിന്നെ നമ്മളെ തുണി ഒട്ടിക്കാം. ഡ്രസ്സിലെല്ലാം ഷോ ബട്ടണൊക്കെ തുന്നി പിടിപ്പിക്കുന്നതിന് പകരം ഇത് വെച്ചിട്ട് ഒട്ടിക്കാം. ഫ്ലവേഴ്സൊക്കെ വെക്കണമെങ്കിൽ എളുപ്പം കഴിയും. ഞാനിവിടെ 2 പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടി. ഇതെൻ്റെ പഴയ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഒരു 5 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണിത്. ഇതൊന്ന് ഇപ്പോൾ ശരിക്കും ചൂടായി വരുന്നില്ല, മെൽറ്റായി കിട്ടുന്നില്ല. അതാണ് ഞാൻ പുതിയത് വാങ്ങിയത്. പുതിയതിന് 275 രൂപയാണ് വില. പഴയതിന് എത്രയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പഴയ ഗ്ലൂ ഗണ്ണിന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണൂ, ഈ സ്വിച്ച് ഇല്ല കേട്ടോ, ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളത്. ഗ്ലൂ സ്റ്റിക്ക് 2 സൈസിലാണ് വരുന്നത്. 11 mm-ൻ്റേതും 7 mm-ൻ്റേതും. എൻ്റേത് 11 mm-ൻ്റേതാണ്. ഗ്ലൂ ഗൺ ഇപ്പോൾ ഒരുവിധം എല്ലാ കടയിലും കിട്ടും കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, പിന്നെ ഫാൻസി കടയിൽ കിട്ടും. കടയിൽ പോയി വാങ്ങാൻ പറ്റാത്തവർക്കാണെങ്കിൽ ആമസോണിൽ കിട്ടും, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് കേട്ടോ. ഇതെൻ്റെ പഴയ ഗ്ലൂ ഗണ്ണാണ്. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇങ്ങനെയാണ് കാണുക. ഇതാണ് സ്റ്റിക്ക്. നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ വയർ കൂടിയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. കണക്ഷൻ ദാ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കോയിൽ ഉണ്ടാകും. അത് ചൂടായിട്ട് ഈ ഗ്ലൂ സ്റ്റിക്ക് ഉരുകിയിട്ടാണ് വരുന്നത്. ഇസ്തിരിപ്പെട്ടിയൊക്കെ ചൂടാവുന്ന രീതിയിൽ തന്നെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.